ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദിന് താൽക്കാലിക ജാമ്യം. ഡൽഹി ഹൈക്കോടതിയാണ് 7 ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ 2020 സെപ്റ്റംബർ മുതൽ റിമാൻഡിലാണ് ഉമർ ഖാലിദ്. ഷബ്നാസിയ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, 7 ദിവസത്തെ മാത്രമാണ് ജാമ്യം. ഇപ്പോഴും 4 വർഷമായും ആ കേസിന് കൂടുതൽ പുരോഗതിയും ഉണ്ടായിട്ടുമില്ല. റുജീഷ്, തീർച്ചയായും 7 ദിവസത്തേക്കാണ് ബന്ധുവിന്റെ വിവാഹാവശ്യം മുൻനിർത്തി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ വിചാരണ കോടതിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജാമ്യമോ വിചാരണയോ ഇല്ലാതെ 2020 മുതൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് ഉമർ ഖാലിദ്. 53 പേരുടെ മരണത്തിനിടയാക്കിയ കലാപത്തിൽ പങ്കുണ്ട് എന്നാരോപിച്ച് 2020 സെപ്റ്റംബർ 14 JNU വിദ്യാർത്ഥിയായിരുന്ന ഉമർ ഖാലിദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിരവധി തവണ ജാമ്യാപേക്ഷയുമായി കോടതികളിൽ എത്തിയിരുന്നു. എന്നാൽ കോടതികൾ ഈ ജാമ്യാപേക്ഷകൾ കാരണം കൂടാതെ തന്നെ മാറ്റിവെക്കുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. 2024 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് മാത്രം 11 മാസത്തിനിടെ 14 തവണ സുപ്രീം കോടതി തന്നെ ഈ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ മാറ്റിവെച്ചതായി വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴും വിചാരണ തടവുകാരനായി കിടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ബന്ധുവിന്റെ വിവാഹ ആവശ്യാർത്ഥം 7 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവായിട്ടുള്ളത്. ഏതായാലും 2020 ശേഷം ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഉമർ ഖാലിദ് പുറത്തിറങ്ങുക. ഷബ്ന, അതോടൊപ്പം ഈ കേസുമായി സംബന്ധിച്ച് കേസിലും വലിയ പുരോഗതിയൊന്നും ഇതുവരെയും ഉണ്ടാകുന്നില്ല. തീർച്ചയായും ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് 17 പേരെ ഉമർ ഖാലിദിനൊപ്പം അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് പലർക്കും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉമർ ഖാലിദിന് ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാനോ അല്ലെങ്കിൽ ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനോ കോടതികളോ പോലീസോ തയ്യാറായിരുന്നില്ല. കലാപം നടന്ന മാസങ്ങൾക്കുള്ളിൽ വിവിധ കേസുകളിലായി 2500ഓളം പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് 2000-ലധികം പേർക്ക് കീഴ്ക്കോടതികൾ തന്നെ ജാമ്യം നൽകുകയും ചെയ്തു. എന്നാൽ ഉമർ ഖാലിദുമായി ബന്ധപ്പെട്ട കേസുകളിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയില്ല. പോലീസ് പറഞ്ഞിരുന്നത് ഈ വിദ്വേഷ പ്രസംഗം, അതായത് ഉമർ ഖാലിദിന്റെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മരണങ്ങൾ, ഈ ഡൽഹി കലാപം ഉണ്ടാകുകയും കലാപത്തിന് ഗൂഢാലോചന ഈ പ്രസംഗം തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രസംഗം കാരണമായി എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്നാണ് ഈ ഗുരുതരമായ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ജയിലിലടച്ചത്. തീഹാർ ജയിലിൽ കഴിയുകയാണ്. ഇതിനിടെ ഈ കേസിന്റെ വിചാരണയോ മറ്റ് നടപടികളോ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായി 7 ദിവസത്തേക്ക് ഏതായാലും വിചാരണ കോടതി ജാമ്യം അനുവദിച്ച് ഉമർ ഖാലിദ് പുറത്തിറങ്ങും. ഷബ്ന, അതോടൊപ്പം JNU വിഷയത്തിലൊക്കെ നേരത്തെ തന്നെ ഡൽഹി പോലീസ് ആകട്ടെ നിരന്തരം ഉമർ ഖാലിദിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഓരോ കേസിലും ഈ നടപടികൾ ക്രമങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റ് കേസുകൾ കൂടുതൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ കൊണ്ട് തന്നെ ഒരു പീഡിപ്പിക്കുന്ന സമീപനമൊക്കെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ വാദിക്കുമ്പോഴും കോടതിയിലെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? കോടതി പലതവണ, അതായത് ഈ ജാമ്യാപേക്ഷ ഉൾപ്പെടെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ജഡ്ജിമാർ പിന്മാറുന്നു എന്ന വലിയ പ്രശ്നമായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. 2020 സെപ്റ്റംബർ 14 ഇത്തരത്തിൽ ഈ ഉമർ ഖാലിദിനെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലാണ് അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. UAPA പോലുള്ള പ്രത്യേക നിയമങ്ങളുടെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾക്ക് പോലും ജാമ്യം നൽകാം എന്ന് സുപ്രീം കോടതി ഒരിടയ്ക്ക് ഒരു വിധിയുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഉമർ ഖാലിദിന്റെ കേസിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ജാമ്യം അനുവദിച്ചിരുന്നില്ല. കാരണം പോലീസിന്റെ കുറ്റപത്രവും പോലീസിന്റെ ആരോപണവും അത്ര ഗുരുതരമായ ചാർജുകളുമായിരുന്നു ഉമർ ഖാലിദിനെതിരെ ഉണ്ടായിരുന്നത്. ഇത്രയും പേരുടെ മരണത്തിനിടയാക്കിയത് ഉമർ ഖാലിദിന്റെ പ്രസംഗമാണ് എന്നായിരുന്നു. ഈ 17 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗം എഡിറ്റ് ചെയ്ത് അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ വലിയ പ്രചരണം ഈ പ്രസംഗത്തിനും ലഭിച്ചു. തുടർന്ന് പോലീസ് ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിചാരണ ഇതുവരെയും ആരംഭിക്കാതിരിക്കുകയും കോടതികൾ, കീഴ്ക്കോടതി ആദ്യം, അതുപോലെ ഡൽഹി ഹൈക്കോടതി, പിന്നീട് സുപ്രീം കോടതി, ഈ കോടതികളിലെല്ലാം ജാമ്യാപേക്ഷയുമായി സമീപിച്ചെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 തവണ സുപ്രീം കോടതിയിൽ മാത്രം ജാമ്യാപേക്ഷ മാറ്റിവെച്ചു എന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ജഡ്ജിമാർ പലപ്പോഴും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരത്തിലാണ് ഈ കേസിന്റെ ഒരു മുന്നോട്ട് പോക്ക്. ഏതായാലും താൽക്കാലികമായി 7 ദിവസത്തേക്ക് ഉമർ ഖാലിദിന് പുറത്തിറങ്ങാം. ശരി ഷബ്ന, എന്തായാലും ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ 7 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് ഉമർ ഖാലിദിന് ഡൽഹി ഹൈക്കോടതി അനുവദിച്ചത്. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് ജാമ്യം അനുവദിച്ചത്. 2020 സെപ്റ്റംബർ മുതൽ റിമാൻഡിൽ കഴിയുകയാണ് ഉമർ ഖാലിദ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബ്നാസിയ.